നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പോർച്ചുഗീസ് നാവികനായ ചരിത്ര നായകനെ സ്വീകരിച്ച നാട്, സാമൂതിരി തമ്പുരാന്റെ സ്വന്തം നാട്. വലിയങ്ങാടിയും മിഠായിത്തെരുവും മാനാഞ്ചിറയും തുടങ്ങി ചരിത്ര വേലിയേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട് നഗരം. KT മുഹമ്മദും SK പൊറ്റക്കാടും തിക്കോടിയനും UK ഖാദറും തുടങ്ങി സാംസ്കാരിക പൈതൃക കാഴ്ചപ്പാടുകൾക്ക് വെള്ളവും വളവും നൽകിയ കോഴിക്കോട് നഗരം. സാംസ്കാരിക കലാ സാഹിത്യ രാഷ്ട്രീയ ഗരിമയിൽ കോഴിക്കോടിന്റെ സ്ഥാനം ചെറുതല്ല. ഈ ചരിത്രഭൂമികയുടെ തിരുനെറ്റിയിൽ അടയാളം തീർത്തുകൊണ്ടാണ് 1934 സെയിന്റ് ജോസഫ് പള്ളി രൂപം കൊള്ളുന്നത്. നിറമറ്റു പോകാവുന്ന തിരക്കുകളും ആഘോഷങ്ങളുമുള്ള ദ്രുതവേഗതയിലേക്ക് ആത്മീയതയുടെ നേരിയ തിരിനീട്ടി വിശുദ്ധ ജോസഫ് എന്ന നാമധേയത്തിൽ ഒരു ദേവാലയം ഇവിടെ ആശീർവദിക്കപ്പെട്ടു 1939. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വിശുദ്ധനായ ജോസഫിനെ ചേർത്ത് നിർത്തി കോഴിക്കോട് നഗരത്തിൽ അവർ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതച്ചു. നീണ്ട 84 വർഷ കാലയളവിൽ നഗരത്തിൻ്റെ വിളക്കായും വെളിച്ചമായും സെയിന്റ് ജോസഫ് ടൗൺ പള്ളി മാറുകയായിരുന്നു. ഇന്ന് ആത്മീയ വഴിയിൽ കെടാവിളക്കേന്തിയ കരങ്ങളുമായി ഫാദർ ജിജു അവർക്ക് മുന്നേയുണ്ട്. നാഥനായും നായകനായും ഇടയനായും യേശുവിനോടൊപ്പം. 1811 മെയ് മാസം 27-ാം തീയതി ഇറ്റലിയിലെ സവോണയിൽ ആൽബിസോള എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ബെനദത്ത റോസല്ലായാൽ സ്ഥാപിതമായതാണ് ഡോട്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി സന്യാസ സമൂഹം. തെരുവിലൂടെ അലഞ്ഞു നടന്നിരുന്ന പെൺകുട്ടികളെ വിശ്വാസത്തിലും വിദ്യാഭ്യാസത്തിലും സമധരിക്കുകയെന്നത് സഭയുടെ ദൗത്യമാണെന്ന് അന്നത്തെ സവോണയിലെ മെത്രാനായിരുന്ന അഭിവന്യ അഗസ്തീനോ ദിമാരി പിതാവിൻ്റെ തിരിച്ചറിവും ആഗ്രഹവും പ്രത്യുത്തരിച്ചുകൊണ്ടാണ് ബെനദത്ത റോസല്ലോയും കൂട്ടുകാരും ചേർന്ന് ഈ സന്യാസ സമൂഹത്തിന് രൂപം നൽകിയത്. സന്യാസ സഭാ വസ്ത്ര സ്വീകരണത്തോടുകൂടി ബെനദത്ത സിസ്റ്റർ മേരി ജോസഫ് റോസല്ലോ എന്ന നാമം സ്വീകരിച്ചു. സഭയുടെ വെല്ലുവിളികളെ ധീരമായി നേരിട്ടുകൊണ്ട് ക്രിസ്തുവിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും 1880 ഡിസംബർ മാസം 7-ാം തീയതി മരിക്കുകയും 1949 ജൂൺ 12-ാം തീയതി വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. കാരുണ്യം, അതാണ് ഞങ്ങളുടെ സഭയുടെ കാരിസം. ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് എത്തിയാലും ഹൃദയം ദൈവത്തിങ്കിലേക്കും കരങ്ങൾ പ്രവൃത്തിയിലേക്കും എന്ന ആപ്തവാക്യം ജീവിതമുദ്രയാക്കി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞങ്ങളുടെ സഭയുടെ പ്രവർത്തന ശൈലി. പ്രീസ്റ്റ് ഓഫ് മേഴ്സി എന്ന രൂപതാ വൈദികരും ആലം എന്ന അൽമായ പ്രേക്ഷിതരും ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളാണ്. കോഴിക്കോട് രൂപതയുടെ മെത്രാനായിരുന്ന അഭിവന്യ പത്രോണി പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് 1974 കാരുണ്യമാതാവിൻ്റെ പുത്രിമാർ ഭാരത മണ്ണിൽ കാലുകുത്തുന്നത്. വയനാട്ടിലെ പൂമലയിൽ പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കും
നിസ്തുലമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോട്ടറി ക്ലബിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ ശ്രീ മാമൻ മാത്യുവും സംഘവും ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായി സേവനം ചെയ്യുവാൻ സന്നദ്ധരായ സിസ്റ്റേഴ്സിൻ്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് പത്രോണി പിതാവിനെ സമീപിക്കുന്നത്. അങ്ങനെയാണ് 1980 മെയ് മാസം 14-ാം തീയതി കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ സ്ഥാപിതമാകുന്നത്. നഴ്സറി ക്ലാസ് മുതൽ +2 വരെ ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയ സ്കൂളിൽ കേരള സിലബസിൽ ലിപ് റീഡിങ്ങും ആംഗ്യഭാഷയും ചേർത്ത് ഞങ്ങൾ അധ്യാപനം നടത്തി വരുന്നു. Beautiful Robes is one of the class of songs about heaven that pays a great deal of attention to the physical features described in the book of Revelation. The song sticks to the spiritual importance of these features. So let's enjoy the song Beautiful Robes by our English choir. Beautiful
വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച് ക്രൈസ്തവ സഭാ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ മുൻപന്തിയിലാണ് കോഴിക്കോട് സിറ്റി സെൻറ്റ് ജോസഫ് ദേവാലയം. വർഷം തോറും 2 കൺവെൻഷനുകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഒന്ന് കോഴിക്കോട് സോണൽ ബൈബിൾ കൺവെൻഷനും മറ്റൊന്ന് ഉണ്ണീശോയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഇടവക കൺവെൻഷനിലും. 2 കൺവെൻഷനുകളിലും പങ്കെടുക്കുന്നത് 10,000-ങ്ങളാണ്. 2013 ഡിസംബർ മുതൽ ആരംഭിച്ച ഉണ്ണീശോയുടെ കൺവെൻഷനിൽ 10,000-ങ്ങൾ പങ്കെടുക്കുകയും അഭിഷിക്തരായ വൈദികർ വചനപ്രഘോഷണം നടത്തുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ വിത്തുകളും വചനത്തിൻ്റെ അടയാളങ്ങളും നൽകിക്കൊണ്ട് വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും ഈ കൺവെൻഷനുകളിൽ നടത്തപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന ജനങ്ങളും കൺവെൻഷനുകൾക്ക് ഫലവും അതോടൊപ്പം ആത്മീയവുമായ വളർച്ചയ്ക്കും ഉപകാരപ്പെടുന്നു. ഈ ഇടവകയിൽ നടത്തപ്പെടുന്ന മറ്റൊരു പരിപാടിയാണ് കോഴിക്കോട് നഗരത്തിലെ വ്യത്യസ്ത സഭകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന എക്യുമെനിക്കൽ കരോൾ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എളിമയുടെയും പൊൻകിരണമായി പിറന്ന ഉണ്ണിയേശുവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ വ്യത്യസ്ത സഭകൾ വിവിധ കലാപരിപാടികളോടെ ഈ ദേവാലയ തിരുമുറ്റത്ത് പങ്കുവയ്ക്കുന്നു. പിതാവും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കുവിൻ എന്ന് കൽപ്പിച്ചരുളിയ ക്രിസ്തുദേവൻ്റെ മാഹാത്മ്യം വിളിച്ചോതിക്കൊണ്ട് ഓരോ ക്രിസ്മസ് കാലയളവിലും ഞങ്ങളിവിടെ ഈ തിരുമുറ്റത്ത് ഒന്നിച്ചു കൂടുകയും സമാധാനവും സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഭ്രൂണഹത്യ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന വിപത്താണ്. പെൺകുഞ്ഞിനെ ശാപമായി കാണുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ട്. ദൈവത്തിന് മുന്നിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ല. ഈ സത്യം കുഞ്ഞുവാവയ്ക്കും പറയാനുണ്ട് എന്ന ദൃശ്യാവിഷ്കാരത്തിലൂടെ യുവജനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞാനിന്ന് പെൺകുഞ്ഞ് ഇവിടെ രൂപപ്പെടുകയാണ്. അമ്മയുടെ ഉദരത്തിൽ എനിക്ക് നല്ല സുഖം. എന്റെ കൈകാലുകൾ അനുദിനം വളരുകയാണ്. എന്റെ അമ്മയെ അച്ഛനെ കാണാൻ എനിക്ക് കൊതിയായി. പക്ഷെ നിങ്ങൾക്കറിയോ, ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട. ഞാൻ പെൺകുഞ്ഞായോണ്ട് എന്നെ കൊല്ലൂന്ന പറയുന്നേ. അപ്പൊ എന്റെ ജീവന് ഒരു വിലയുമില്ലേ? ഭൂമിയിലെ പൂക്കളും മരങ്ങളും മഴവില്ലും പുഴയും മണ്ണൊക്കെ കാണാൻ എനിക്ക് എത്ര കൊതിയാന്നറിയോ? അമ്മയുടെ മടി കിടന്ന് അമ്മിഞ്ഞ പാൽ നുണയാനോ കഥകളും പാട്ടുകളും കേട്ടുറങ്ങാനോ എനിക്ക് ഒരിക്കലും ആവില്ല. ഒരിക്കലും. അതാ ഡോക്ടർ എന്നെ കൊല്ലാൻ സൂചിയും മരുന്നും എടുക്കാൻ ഡോക്ടർ നഴ്സിനോട് പറയാണോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. അമ്മ
ഡോക്ടർ, വേണ്ട വേണ്ട, ഞാനൊരു പാവ. വേണ്ട ഡോക്ടർ, വേണ്ട വേണ്ട. അമ്മേ! നിങ്ങളുടെ ഉദരത്തിൽ വെച്ച് എന്നെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി ചവറ്റുകുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ നിങ്ങൾ? വിഷമരുന്ന് കുത്തിവെച്ച് ഗർഭപാത്രത്തിൽ എന്നെ പൊള്ളിച്ചു കൊന്നില്ലേ നിങ്ങൾ? വീര്യമേറിയ ഉപ്പുലായിനി കുത്തിവെച്ച് എന്നെ കൊന്ന് ഭക്ഷണമേശയിൽ വിളമ്പില്ലേ നിങ്ങൾ? എന്നെ കൊന്ന് സൗന്ദര്യ വസ്തുക്കളിൽ ചേർത്തില്ലേ നിങ്ങൾ? എന്റെ മേൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയില്ലേ നിങ്ങൾ? ജീവൻ തുടിക്കുന്ന എന്നെ വെള്ളത്തിൽ മുക്കി താഴ്ത്തി ശ്വാസം മുട്ടിച്ച് കൊന്നില്ലേ നിങ്ങൾ? ചാരസന്തതി എന്ന് പറഞ്ഞ് പൂക്കിൽ കൊടി വഴി രക്തം നഷ്ടപ്പെടുത്തി എന്നെ കൊന്ന് പിഴുതെറിഞ്ഞില്ല നിങ്ങൾ? കൊന്നില്ലേ കൊന്നില്ലേ കൊന്നില്ലേ? അമ്മേ! പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദാനമായ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ ഇരുകൈയും നീട്ടി സ്വീകരിക്കൂ. എൻ്റെ പേര് ജിയോ ജെയ്സൺ. ഞാൻ കാത്തലിക് യങ് മെൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. കോഴിക്കോട് രൂപതയിലെ വൈദികനായിരുന്ന മോൺസിഞ്ഞൂർ JB റോഡ്രിക്സ് അച്ഛനാണ് CYMA അഥവാ കാത്തലിക് യങ് മെൻസ് അസോസിയേഷൻ എന്ന ഈ സംഘടന സ്ഥാപിച്ചത്. അദ്ദേഹം കോഴിക്കോട് സെൻറ്റ് ജോസഫ് പള്ളിയിൽ ഇടവക വികാരിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം നൽകിയതാണ് ഈ ഒരു സംഘം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം അന്ന് കരുതിയിരുന്നത് കോഴിക്കോട് നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന കത്തോലിക്ക യുവാക്കൾക്ക് ഒരു അഭയകേന്ദ്രം എന്നുള്ള നിലക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അതോടൊപ്പം അവരുടെ താമസ സൗകര്യം ഒരുക്കുന്നതിനും അതീവ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം. ക്രാന്തദർശിയായ PL ജോസഫ് എന്ന വ്യക്തിയെ അദ്ദേഹം ഇതിൻ്റെ ഒരു സ്ഥാപക കൺവീനറായി നിയമിക്കുകയും ഇതിനു വേണ്ട ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇരുവരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി 1959 ഈ ഒരു സംഘടന സ്ഥാപിതമായി. തുടക്കത്തിൽ ഇതിൻ്റെ പേര് കാത്തലിക് സെൻറ്റർ എന്നായിരുന്നു. 25 അംഗങ്ങളായിരുന്നു ഇതിൻ്റെ സ്ഥാപക സമയത്ത് അംഗങ്ങൾ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്ഥാപക പ്രസിഡൻറ്റ് ശ്രീ TA മാത്യു മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായിരുന്നു. സ്ഥാപക സെക്രട്ടറി ശ്രീ CJ റോബിൻ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറായിരുന്നു. ഈ 25 അംഗങ്ങളിൽ ഇന്ന് 4 പേർ നമ്മോടൊപ്പം CYMAയ്ക്ക് സജീവ സാന്നിധ്യമായി പ്രാർത്ഥനകളും പ്രവർത്തനവുമായി നമ്മോടൊപ്പമുണ്ട്. ശ്രീ CJ റോബിൻ, ശ്രീ PR ആൻ്റണി മാസ്റ്റർ, ശ്രീ CM മാത്യു, ശ്രീ MV പൗലോസ് എന്നിവരാണവർ. പിന്നീട് സംഘടന വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും വളർന്നു വലുതായി ഈ കോഴിക്കോട് നഗരത്തിൽ അറിയപ്പെടുന്നൊരു സംഘമായി മാറുകയും ചെയ്തു. ഇന്ന് സംഘടനയ്ക്ക് നഗരമധ്യത്തിൽ 3 സെൻറ്റ് സ്ഥലവും അതിൽ വലിയൊരു കെട്ടിടവുമുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും വിവിധ കാര്യങ്ങൾക്കായി ചെലവിടുന്നു. ഇന്ന് നമ്മുടെ ഈ പുതിയ സെൻറ്റ് ജോസഫ് ദേവാലയം സ്ഥിതി ചെയ്യുന്ന
സ്ഥലത്ത് മുൻപ് ഒരു ഹോസ്റ്റൽ പണിതായിരുന്നു ഈ ഒരു സംഘടനയുടെ ആരംഭകാലം. പിന്നീട് പല അവസരങ്ങളിലായി കാലത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ആംബുലൻസ് സർവീസ്, കമ്പ്യൂട്ടർ സെൻറ്റർ, ഒരു പാരലൽ കോളേജ് എന്നിവ സംഘടന സ്വന്തമായി നടത്തുകയും അതിലൂടെ സാമൂഹ്യ രംഗത്തും മറ്റും ഒരുപാട് സംഭാവനകൾ നൽകുകയും ചെയ്തു. വിവിധ നേതാക്കന്മാരെ ഈ നഗരത്തിന് നൽകിയ ഒരു സംഘമായിരുന്നു CYMA. കോഴിക്കോട് രൂപതാ മെത്രാനാണ് ഇതിൻ്റെ രക്ഷാധികാരി. കോഴിക്കോട് സെൻറ്റ് ജോസഫ് പള്ളി ഇടവക വികാരിയാണ് ഇതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ. ഇന്ന് കോഴിക്കോട് നഗരത്തിലെ വിവിധ സംഘടനകളുടെ എണ്ണത്തിൽ ഒരുപാട് സംഘടനകളുണ്ടെങ്കിലും CYMA പോലെ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു സംഘടന അപൂർവമാണ്. ഇതിൻ്റെ പിന്നിൽ ഇത്രയും കാലം പ്രവർത്തിച്ച് ഇതിനു വേണ്ടി വിയർപ്പൊഴുക്കിയ നിരവധി സാരഥികളും അംഗങ്ങളും നമുക്ക് ഇന്ന് അവരോട് നന്ദിയോടെ നമുക്ക് ഓർക്കാം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുക എന്ന വചനത്തിൻ്റെ ശക്തി ആവാഹിച്ചുകൊണ്ടും ദൈവത്തെ ശക്തമായ കോട്ടയായും സങ്കേതമായും പ്രഘോഷിച്ചുകൊണ്ടും സിറ്റി സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ യൂത്ത് ബാൻഡ് അവതരിപ്പിക്കുന്ന ആ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം. സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനിൻ സർവ്വവുമാ അടിയേ
അടിയനിതാ നാദാ അടിയനിതാ നാദാ അടിയനിതാ. എന്റെ ഉള്ളിൽ വാഴാൻ കാത്തു നിൽക്കുന്ന ഈശോയേ. അസീറിയയിലെ ഏറ്റവും വലിയ ധനവാനാണ് ഞാൻ. എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. കൊട്ടാര സദൃശ്യമായ വീട്,